ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളത് പരിപ്പ് കുത്തിക്കാശിയാണ് കേട്ടോ. ഇവിടെ പറയണ പരിപ്പ് കുത്തിക്കാശി എന്നാണ്. അപ്പോൾ ഇതിന് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയില്ലേ, ചെറുള്ളി ചതച്ചത് അത് കുറച്ച് അതിലേക്കിട്ടു. പിന്നെ നമ്മളിട്ടത് നമ്മുടെ വെളുത്തുള്ളിയും നമ്മൾ ഇച്ചിരി ചതച്ചിട്ട് അതും ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കുക, നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ടത് കുറച്ച് കറിവേപ്പിലയില്ലേ, അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മുടെ കുത്തുമുളകില്ലേ, കുത്തുമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് നല്ല എരിവ് വേണമെന്നുണ്ടാവും, അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ചിലർക്ക് അത്ര വേണ്ടാന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ എനിക്കൊക്കെ എരിവ് ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ പരിപ്പ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറി റെഡിയാണ്. കുറച്ച് നേരത്തൊന്ന് തിളപ്പിക്കുക കേട്ടോ, ഒന്ന് മൂടി വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ പരിപ്പ് കറി എന്ന് പറയുന്നത്. പരിപ്പ് കറിയും ചോറും ഒരു ലേശം ചമ്മന്തിയോ അച്ചാറോ അല്ലെങ്കിൽ വേണ്ട ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാൻ വേണ്ടി പറ്റും കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല, ഇത്രയും മതി. പിന്നെ ചിലർക്ക് പരിപ്പ് പറ്റില്ല, എനിക്ക് പക്ഷേ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.